നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടനായ അമ്മയുടെ ഇലക്ഷനാണ്. പ്രത്യേക സാഹചര്യത്തിൽ മോഹൻലാൽ ഒഴിയുകയും പിന്നീട് ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ജനറൽ ബോഡിക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ്. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ പത്രിക സമർപ്പിക്കേണ്ട ദിവസമാണ്. ഇത്തവണ നിരവധി ആളുകൾ മത്സരരംഗത്തുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് പാനലായിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ മൗനമായി ഉള്ള ഒരു പാനൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞു. അങ്ങനെ പാനലുണ്ടെങ്കിൽ നിരവധി ആളുകൾ മത്സരത്തിനുണ്ട്. എന്തായാലും ഇത്തവണ ഉള്ള പ്രത്യേകത നിരവധി ആളുകൾ മത്സരിക്കാൻ രംഗത്തുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. കാരണം മോഹൻലാൽ എന്നൊരു വലിയ നടൻ, ആ മോഹൻലാൽ എന്നൊരു ആൾ മത്സരത്തിൽ മാറിയപ്പോൾ മത്സരിക്കാൻ നിരവധി ആളുകൾ വരികയാണ്. ഈ സംഘടനയുടെ ഏറ്റവും അനുയോജ്യമായത് എപ്പോഴും സംഘടനയ്ക്ക് ബലമായിരുന്നത് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെയാണ്. ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരം ആളുകൾ മാറിയിരിക്കുമ്പോൾ പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള നിലയിലേക്കൊക്കെ പോകുന്നത്. പല ചർച്ചകളും നടത്തുന്നു. ചാക്കോച്ചനെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ പല ചർച്ചകൾ ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്നാൽ ഇന്നു മുതലായിരിക്കും നമുക്ക് പത്രിക കൊടുത്തു തുടങ്ങുമ്പോഴാണ് ഇന്നു മുതലാണ് ആർക്കും മത്സരരംഗത്തുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ വിഷയം വന്നപ്പോൾ ഇപ്പോൾ വലിയ രീതിയിൽ കാവ്യവൽക്കരണം അമ്മയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. അത് കൃത്യമായ ഒരു ന്യൂസ് തന്നെയാണ് ഞാൻ പുറത്തുവിടുന്നത്. അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് വരെ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. പല രാഷ്ട്രീയക്കാർ, പല മതവിശ്വാസികൾ കറുത്തവനെന്നോ വെളുത്തവനെന്നോ മാറ്റി നിർത്താതെ, ഏത് മതമാണെന്ന് ചോദിക്കാതെ തോളോട് തോള് ചേർന്ന് ജനറൽ ബോഡിക്കിരിക്കുന്ന സമൂഹം, ഏത് രാഷ്ട്രീയക്കാരനാണെന്ന് നോക്കാതെ അവിടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരുമിച്ചിരിക്കുന്ന താരസംഘടന അമ്മ, കലാകാരന്മാർക്കിടയിൽ ജാതി പാടില്ല, മതം പാടില്ല, വർഗീയത പാടില്ല എന്ന് പറയുന്നവർ, അവിടെ ഇപ്പോൾ കാവ്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. വർഗീയമായി ചിന്തിക്കാൻ ഒരു ശ്രമം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൃത്യമാണ് ഈ ഞാൻ പറയുന്നത്. ചില ആളുകൾ രംഗത്ത് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ താരസംഘടന അമ്മയ്ക്കുള്ളിൽ നടക്കുന്നു. താരസംഘടന അമ്മയ്ക്കുള്ളിൽ മാത്രമല്ല, മറ്റ് സംഘടനകളും ഇതറിഞ്ഞ് ആ സംഘടനകളും ചർച്ച നടത്തുന്നു. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത്തരമൊരു പ്രവണത ഉടലെടുത്തിരിക്കുന്നു. അത് മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു നടൻ, അവൻ ഏത് ജാതിയാണ്, ഏത് മതമാണെന്ന് ചോദിച്ച് സിനിമ കാണാൻ പോകാൻ പറ്റില്ല. ഒരാളെ മമ്മൂക്കാടെ സിനിമ കാണാൻ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഒരു വ്യത്യാസമില്ലാതെ കയറും. ലാലേട്ടൻ്റെ സിനിമ കാണാനും അങ്ങനെ കയറും. സുരേഷ് ഗോപിയുടെ സിനിമ കാണാനും അങ്ങനെ കയറും. പിന്നെ എന്തിനാണ് ഇവിടെ വർഗീയത? അത് ചില ആളുകളുടെ ഒരു അജണ്ടയായിട്ട് വന്നിരിക്കുന്നു, വർഗീയത കൊണ്ടുവരാൻ. അതിന് ഒരു കാരണവശാലും നമുക്ക് കൂട്ടി നിൽക്കാൻ കഴിയില്ല. അത് കേരള സമൂഹത്തിന് കൂട്ടി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും, കേരള സമൂഹത്തിന് ഇതെന്താ കാര്യം എന്ന് ചോദിക്കും. അങ്ങനെയല്ല. നമ്മൾ കണ്ടതാണ് ഇന്നലെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി. നിമിഷപ്രിയ ഏത് മതമാണെന്ന് നോക്കാതെ നിമിഷപ്രിയ മോചനത്തിന് വേണ്ടി ആ തൂക്കുകയറിലേക്ക് മുമ്പ് ആ വധശിക്ഷ ഒന്ന് മാറ്റിവെപ്പിക്കാൻ കെൽപ്പുള്ള കേരളം, എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ, ഇവിടെ ജാതിയില്ല, വർഗീയതയില്ല. അങ്ങനെ ജീവിക്കുന്ന കേരളത്തിൽ ഒരു നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വർഗീയത കൊണ്ടുവരാൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. താരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ഇത്ര ദിവസം ഒരു വാർത്തയും താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് ചെയ്തില്ല. ഇത് ഞാൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. വിവിധ ആളുകൾ ചർച്ച നടത്തുന്നുണ്ട്. വിവിധ സംഘടനകൾ ചർച്ച നടത്തുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം മൂടി വലിച്ചെറിയേണ്ടതാണ്. ഇതിനു മുമ്പ് രാഷ്ട്രീയക്കാരൊക്കെ, ഈ മന്ത്രിമാരൊക്കെ ഈ താരസംഘടനയിൽ ഇപ്പോഴും ഒരു മന്ത്രി സംഘടനയിലുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ മാറ്റി നിർത്തണമെന്നേ, എങ്കിലും സംഘടന മുന്നോട്ട്, ഔദ്യോഗിക പദവിയിലിരിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ മാറ്റി നിർത്തിയാലേ സംഘടന മുന്നോട്ട് പോവുകയുള്ളൂ. ആ ഒരു ചിന്താഗതി സംഘടനയുള്ളവർക്ക് വേണം. അതാണ് വേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ സ്വയം മാറിപ്പോകേണ്ടതാണ്. അപ്പോൾ ഇത്തരമൊരു പ്രവണത കാണുന്നുണ്ട്. അത് ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഈ നിരവധി ആളുകൾ മത്സരിക്കാണ്ട് ഒരു കാര്യം വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജനറൽ ബോഡിക്ക് സ്ത്രീകൾക്കൊരു കൂട്ടായ്മ വേണമെന്ന് പറഞ്ഞ് ഒരു വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങിയിരുന്നു. അമ്മയുടെ പെൺമക്കൾ എന്നൊരു വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങി. അതിൽ ആരോഗ്യപരമായ ചർച്ചകൾ പലതും നടത്തി. അതിൻ്റെ അഡ്മിനായിട്ട് ഉഷ അസീനയും അതോടൊപ്പം തന്നെ പൊന്നമ്മ ബാബുവും നവ്യ നായരുമാണുള്ളത്. നവ്യ നായരിന് മുമ്പ് അൻസിബയായിരുന്നു. അൻസിബേനെ അതിൽ ചേർത്തത്
അംഗങ്ങളുടെ നമ്പർ എടുക്കുന്നതിന് വേണ്ടി. പിന്നെ അൻസിബ കമ്മിറ്റിയിലുണ്ടായിരുന്നാണ്, അൻസിബ മാറ്റി നവ്യ നായരുമായി. പിന്നീട് അതിനകത്ത് ആരോഗ്യപരമായ പല ചർച്ചകളും നടന്നു. അതിൽ പ്രധാനപ്പെട്ട ചർച്ചകൾ, ഒരു സ്ത്രീ മത്സരരംഗത്ത് വരികയാണെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുമെന്ന് അറിയണം. അതിനുള്ള ചർച്ച ആരോഗ്യപരമായി നടന്നപ്പോഴാണ് ചില ആളുകൾക്ക് അത് കൊള്ളുകയും ഈ വാട്സാപ്പ് കൂട്ടായ്മ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം എനിക്ക് തോന്നുന്നു, വർഷം എനിക്ക് ഓർക്കുന്നില്ല, ഒരു സമയത്ത് വലിയ ഒരു വിവാദങ്ങളുണ്ടായി, WCCയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായി. അന്ന് ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച്, വ്യക്തമായിട്ട് പറയുകയാണ്, ഹോളിഡേ ഇൻ ഹോട്ടലിൽ വെച്ച് മുകളിൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു, താഴെ ഒരു ക്യാമറ വെച്ച് സ്ത്രീകൾക്ക് പറയാനുള്ളത് ഷൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഇന്ന് റിപ്പോർട്ട് റിവ്യൂവിലേക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ്. സ്ത്രീകൾക്ക് പറയാനുള്ള പറയണം, പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. അന്ന് ഒരാളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തത്. അയാൾക്കെതിരെ ഒരു മൊഴിയും സ്ത്രീകൾ പറഞ്ഞില്ല. ആ മെമ്മറി കാർഡ് അന്നത്തെ എക്സിക്യൂട്ടീവ് മെമ്പറായ കുക്കു പരമേശ്വരനടുത്തും ഇടവേള ബാബു ഉണ്ടായിരുന്നു. ഈ മെമ്മറി കാർഡ് എത്തിയെന്നാണ് പറയുന്നത്. അത് ആ ഗ്രൂപ്പിൽ ചർച്ച നടന്നു. അപ്പോൾ എന്താണ് ആ സ്ത്രീകളെന്ന് പറഞ്ഞത് ഇത് പുറത്തു വിടാത്തത് എന്ന് ചോദിച്ച ഒരു ചോദ്യം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ, അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പിൽ ഉണ്ടായി. അവിടം തൊട്ടാണ് അവിടെ പൊട്ടിത്തെറികൾ തുടങ്ങിയത്. അവിടെ പറഞ്ഞത് ഭൂരിഭാഗങ്ങളും പറയുന്നു, പല അംഗങ്ങളും എതിർക്കുന്നുണ്ട്. ഭൂരിഭാഗങ്ങളും നമ്മളെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് വേണ്ടി നിലനിന്നിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരാൾ മതി, മത്സരത്തിന് മതി എന്ന് പറഞ്ഞിരുന്നു. അതുമായി വലിയ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് പല കോണിൽ നിന്നും അതൃപ്തി ഉണ്ടായി. ചില ആളുകൾ ലെഫ്റ്റായി പോയി. ആ ലെഫ്റ്റായി പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ആ അംഗങ്ങൾക്കുണ്ടായിരുന്നു. പിന്നീട് അത് വലിയ ചർച്ച ചെയ്തു. വേറൊരു അംഗത്തിൻ്റെ പേരിലേക്ക് തലയിലേക്ക് ഇടുന്നു. അദ്ദേഹത്തിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ലായിരുന്നു എന്ന കാര്യം പറയാം. അന്ന് ജനറൽ ബോഡിക്കൂടെ പ്രസംഗം നടത്തിയിട്ടാണ് ഈ വാട്സാപ്പ് കൂട്ടായ്മ തുടങ്ങി. പിന്നീട് വലിയ വിവാദങ്ങളുണ്ടായി. ഒരു വനിതാ മെമ്പറിന് വലിയ വർഗീയത കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നീട് അമ്മയുടെ പെൺമക്കൾ എന്ന ഗ്രൂപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഉടലെടുത്തു. ഒരമ്മ മക്കൾ നാം ഒന്നാണ്, മറ്റൊരു ഗ്രൂപ്പ്. എന്ത് രസമാണ്, എന്ത് കൗതുകമാണ്. ഇവരുടെ കാര്യമാണ്, നമ്മൾ അറിഞ്ഞ കാര്യം പറയണല്ലോ. അതിന് കുക്കു പരമേശ്വരനും മറ്റ് കുറേ ആളുകളും അതിൻ്റെ അഡ്മിനാകുന്നു. അവിടെ വലിയ ചർച്ചകൾ നടക്കുന്നു. അതിൽ അനുവാദമില്ലാതെ ചില ആളുകളെ അഡ്മിനാക്കി. അവർ പിന്നീട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അൻസിബാസിനെ അവിടെ അഡ്മിനാക്കി ഒഴിഞ്ഞു മാറി. ജയൻ ചേർത്തലെ അഡ്മിനാക്കി, ജയൻ ചേർത്തല ഒഴിഞ്ഞു മാറി. എന്നാൽ ചില ആളുകൾ അവിടെ അഡ്മിനായി തുടരുന്നുണ്ട്. അവിടെയും പല ചർച്ചകളും നടക്കുന്നു. അതിൽ ഇന്നും പോസ്റ്റുകൾ ഇട്ട് പോകുന്നുണ്ട്. ഈ ഒരമ്മയുടെ പെൺമക്കൾ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിനുള്ളയാക്കി. പിന്നീട് അഡ്മിനുള്ളയാക്കിയപ്പോൾ 10-17 പേര് അതിൽ ലെഫ്റ്റായി പോയി. ചില ആളുകളെ റിമൂവ് ചെയ്തു. എന്നുവെച്ചാൽ ഒരു നിലവിലെ എക്സിക്യൂട്ടീവ് അംഗമായ ഒരു വനിത അതിൽ നിന്ന് റിമൂവ് ചെയ്തു. കാരണം അത്രമാത്രം വർഗീയത സംസാരിക്കുന്ന നിലയിലേക്ക് പോയപ്പോൾ, രാഷ്ട്രീയ കളിയിലേക്ക് പോയപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ട, അഡ്മിൻ റിമൂവ് ചെയ്യും. വലിയ ചർച്ചകൾ നടന്നു, വലിയ കോലാഹലമാണ് നടന്നത്. ഇത് പറയേണ്ടതാണ് എന്ന് തോന്നിയാണ് ഞാൻ പറഞ്ഞത്. അമ്മ എന്ന പ്രസ്ഥാനം, മഹാനായ നടൻ മധുസാറൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ആളുകൾ വരും. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ഇവരെല്ലാവരും ഉണ്ടാവും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ജാതി വർണ്ണ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പോകുന്ന ഈ താരങ്ങൾക്കിടയിൽ ഇത്തരം ഒരു പ്രസ്താവനയും ഇത്രയും ഒരു കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് കൃത്യമാണ്. അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ മറനീക്കി പുറത്തു വരും. യാതൊരു സംശയമില്ല, മറനീക്കി പുറത്തു വരും. ഇന്നു മുതൽ പത്രിക സമർപ്പിക്കുകയാണ്. നമുക്ക് ആരൊക്കെയാണ് മത്സരരംഗത്തൊന്നും കാണണം. എന്തായാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആളുകൾ വരുന്നുണ്ട്. ആ ആളുകളുടെ പേര് എനിക്കറിയാം, പക്ഷേ പേരുകളൊന്നും ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. നമുക്ക് ഫൈനൽ ലിസ്റ്റിൽ പറയുന്നതാണ് നല്ലത്. അങ്ങനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്നു, ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആളുകൾ വരുന്നു. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് നിരവധി ആളുകൾ മത്സരിക്കും. സാധാരണയൊക്കെ അവിടെ പത്രിക അടിക്കുന്നത് 10-100 അടിച്ചാൽ ഇത്തവണ 10-250 അടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പേര് മത്സരിക്കാനുണ്ടാവും. 508 പേരോളം 506-507 പേരാണ് മെമ്പർമാരിൽ. അതിൽ വനിതകളായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്ക് കിട്ടിയപ്പോൾ വനിതകളാണ് 2 പേര് കൂടുതൽ. പക്ഷേ ഫൈനൽ വന്നപ്പോൾ 8 പേര് പുരുഷന്മാരാണ് കൂടുതൽ എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കാത്തിരുന്ന് കാണാം. ഒരു ജാതിക്കും ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഇടപെടലുണ്ടാകാതെ, ഒരു മതത്തിൻ്റെ പേരിലും ഇടപെടലുണ്ടാകാതെ താരങ്ങളുടെ സംഘടന അമ്മ മുന്നോട്ട് പോകണം. അതാർക്കും പിടികൊടുക്കാൻ ആരും അനുവദിക്കരുത്. അത് ആരാണെങ്കിലും അത് തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പടം കാണാൻ കയറുന്നത്
മുസ്ലിം ഉണ്ടാകാം, ഹിന്ദു ഉണ്ടാകും, ക്രിസ്ത്യാനികളുണ്ടാകാം. അവരാണ് നിങ്ങളെ വളർത്തുന്നത്. അതിൻ്റെ ഇടയിൽ വർഗീയത തിരികെ കയറ്റരുത്, കാവ്യവൽക്കരണം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘടന മുന്നോട്ട് പോവുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ താരസംഘടന അമ്മയുടെ വാർത്തകൾ കൂടുതൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിർമ്മാതാക്കൾ സംഘടന ഇലക്ഷൻ്റെ വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അന്ന് അമ്മയുടെ ഇലക്ഷനെ കുറിച്ച് എന്താണ് വാർത്ത ചെയ്യാത്തതെന്ന് ചോദിച്ചവർ ഞാൻ ഇതിൻ്റെ പിന്നിലായിരുന്നു വാർത്തകൾ കണ്ടെത്താനുള്ള. കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു വർഗീയതയിലേക്ക് പോയത്. അതൊരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല. കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഇനി അമ്മയെ നയിക്കുക, ആരായിരിക്കും അമ്മയുടെ തലപ്പത്ത് വരിക. കാത്തിരുന്ന് കാണാം. നമസ്കാരം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.